വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈയിടെയായിട്ട് വാർത്തകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും സ്വന്തം ഇഷ്ടപ്രകാരം ഡയറ്റ് എടുത്തിട്ട് മരണപ്പെടേണ്ടി വന്ന അവസ്ഥകൾ. എൻ്റെ ഒരു സുഹൃത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഭക്ഷണം ക്രമീകരിച്ചു. അദ്ദേഹം ചോറ് പറ്റ ഒഴിവാക്കി, അതുപോലെ തന്നെ ഷുഗർ തീരെ കഴിക്കാതെയായി. അങ്ങനെ അദ്ദേഹം കുറച്ചു കാലം ഇങ്ങനെ ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ദിവസം ഷുഗർ പറ്റ കുറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. ആ ഷുഗർ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. ഒരുപാട് മധുരം കഴിക്കേണ്ടി വന്നു, പല മരുന്നുകളും കുടിക്കേണ്ടി വന്നു. ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഡയറ്റ് എടുത്തിട്ട് ബുദ്ധിമുട്ടായ ഒരു 8-10 ആളുകളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നമ്മൾ ഏതെങ്കിലും വീഡിയോകളൊക്കെ കണ്ട് സോഷ്യൽ മീഡിയകളിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഡയറ്റിൻ്റെ വീഡിയോകൾ കണ്ട് അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തരുത്. ഒരു വ്യക്തി എടുക്കുന്ന ഡയറ്റ് അത് മറ്റേ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒരു പക്ഷേ ആപ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തികൾ ചെയ്യുന്ന വീഡിയോകൾ കണ്ട് ആ ഡയറ്റ് നമ്മൾ ഒരിക്കലും പുലർത്താൻ പാടില്ല. അത് നമ്മളുടെ ശരീരത്തെ തകർക്കും. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ചെറുപ്പം മുതലേ ചോറ് കഴിച്ച് വന്നവരാണ്, പഞ്ചസാര കൂട്ടി ശീലിച്ച് വന്നവരാണ്. ഒറ്റ ദിവസം കൊണ്ട് നമ്മളിതൊക്കെ നിർത്തിവെക്കുക എന്നുള്ളത് അത് നമ്മളുടെ ശരീരം നമുക്ക് റിയാക്ഷൻ ചെയ്യും. അപ്പം നമ്മൾ ഒരു ഡോക്ടറെയൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പൊക്കെ വാങ്ങിയതിന് ശേഷം ഡയറ്റ് എടുക്കാൻ പരമാവധി ശ്രമിക്കുക. അമിതമായി ഭക്ഷണം കഴിക്കുന്നതും തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും നമ്മളുടെ ശരീരത്തിന് ദോഷമാണ്. ചോറ് രാത്രിയൊക്കെ ഒഴിവാക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ ഉച്ചക്ക് എന്തായാലും അല്പമെങ്കിലും ചോറ് കഴിക്കുക എന്നുള്ളത് നമ്മൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പം മുതൽ തിന്ന് ശീലിച്ചു വന്നവർക്ക് അത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമാണ്. ഓവറായി അമിതമായിട്ട് എന്ത് ചെന്നാലും അത് നമ്മളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ഉണർത്തിയെന്ന് മാത്രം. സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഒരിക്കലും ഭക്ഷണ ക്രമീകരണം നടത്താതിരിക്കുക.